വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ അവതരിപ്പിക്കും. പ്രകടന പത്രികയിലെ ജനപ്രിയ വാഗ്ദാനങ്ങൾ ബജറ്റിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നികുതി കുടിശ്ശിക പിടിച്ചുകെട്ടുന്നതടക്കമുള്ള വിഭവ സമാഹരണ പദ്ധതികളിൽ ഊന്നിയുള്ളതാകും ആദ്യത്തെ ബജറ്റ്. രഞ്ജിത്ത് അമ്പാടിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, ഒന്ന്, കേരളം ഇതുവരെ ഭരിച്ചു മുടിച്ച വിവിധ സർക്കാരുകൾ കാരണം അതിഭീകരമായ കടക്കെണിയിലൂടെ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം കടന്നു പോകുന്നു. രണ്ട്, UDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ നിന്നും സ്കിപ്പ് ചെയ്യുന്ന വി.ഡി. സതീശനെയാണ് നമ്മൾ ഒരു മാസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് KSRTCയിലെ സൗജന്യ യാത്ര തൊട്ട് പറഞ്ഞ പല കാര്യങ്ങളും പാലിക്കത്തില്ല, അത് അടുത്ത കാലത്തൊന്നും യാഥാർത്ഥ്യമാകത്തില്ല എന്ന സന്ദേശം ഈ സർക്കാർ നൽകുകയാണ്. ഈ ഘട്ടത്തിലാണല്ലോ ആദ്യത്തെ ബജറ്റ് നാളെ സതീശൻ അവതരിപ്പിക്കാൻ പോകുന്നത്. തീർച്ചയായും ഏറ്റവും കടുത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. ആ ഘട്ടത്തിലാണ് വി.ഡി. സതീശൻ സർക്കാർ തങ്ങളുടെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി, വെല്ലുവിളി എന്നുള്ളത് ഗൗതം പറഞ്ഞതുപോലെ തന്നെ പ്രകടന പത്രികയിൽ നൽകിയ വലിയ വാഗ്ദാനങ്ങൾ, ഇന്ദിരാ ഗ്യാരണ്ടി പോലെയുള്ള വാഗ്ദാനങ്ങൾ, കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ, അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ 3000 രൂപ, അതുപോലെ തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ള ചെറുപ്പക്കാർക്ക് ഒരു ഗ്യാരണ്ടിയുമില്ലാതെ, ഒരു ഈടുമില്ലാതെ 5 ലക്ഷം രൂപയുടെ വായ്പ, അങ്ങനെ നിരവധി അതുപോലെ പ്രിയദർശിനി ബസ്സിലെ സൗജന്യ യാത്ര തുടങ്ങി നിരവധി സൗജന്യ വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയത്. അത്തരം വാഗ്ദാനങ്ങൾ എങ്ങനെ നടപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് എത്ര രൂപ ഈ ബഡ്ജറ്റിൽ വകയിരുത്തും? നമുക്കറിയാം, 2.17 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റാണ് 2026 ജനുവരി മാസം 29-ന് KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. ആ ബഡ്ജറ്റിലെ ക്ഷേമ പദ്ധതികളെ പൂർണ്ണമായും തള്ളാതെ ആ ബഡ്ജറ്റിനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് മാത്രമേ അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത്തരമൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പോലും 22,500 കോടിയുടെ കമ്മിയുണ്ട്, അതായത് റവന്യൂ കമ്മിയുണ്ട് എന്ന് 16ാം ധനകാര്യ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ 6000 കോടി രൂപയുടെ ബഡ്ജറ്റ്, 6000 കോടി രൂപയുടെ മിച്ചം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലഗോപാൽ ഇറങ്ങിയത്. എന്നാൽ വി.ഡി. സതീശൻ പിന്നീട് പറഞ്ഞത് വെറും 2200 കോടി രൂപ മാത്രമാണ് സർക്കാരിൻ്റെ ഖജനാവിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 2026-ൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുമായിരുന്ന റവന്യൂ സഹായം കൂടി പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് അന്ന് KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു ഗിമ്മിക്കായിട്ടാണ് കേരളത്തിലെ സർക്കാരുകൾ കാണുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിലെന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും? അധിക നികുതി ഉണ്ടാവും, അല്ലെങ്കിൽ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുമോ, അല്ലെങ്കിൽ അധിക സെസ് ഏർപ്പെടുത്തുമോ? എങ്ങനെയാണ് ഈ പറയുന്ന സൗജന്യ ബസ് യാത്ര 1000 രൂപ പെൺകുട്ടികൾക്ക് നൽകുന്നത്, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത്, 5 ലക്ഷം രൂപയുടെ ഈടില്ല വായ്പ നൽകുന്നത് തുടങ്ങിയവയ്ക്കൊക്കെയുള്ള കോടിക്കണക്കിന് രൂപ എങ്ങനെ കേരളം പോലെ ഒരു സംസ്ഥാനം കണ്ടെത്തും? ഏത് തരത്തിലാണ് വിഭവ സമാഹരണം നടത്താൻ പോകുന്നത്? റവന്യൂ കമ്മിയില്ലാതെ, ധനക്കമ്മിയില്ലാതെ എങ്ങനെ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും? വെറും ഒരു അടങ്കൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ പോരല്ലോ, അതിലേക്കുള്ള വിഭവ സമാഹരണം എങ്ങനെ നടത്തുമെന്നുള്ളത് കൂടി കൃത്യമായി ബഡ്ജറ്റിൽ പറയേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഏതൊക്കെ സാഹചര്യങ്ങൾ, ഏതൊക്കെ മേഖലകൾ, പ്രത്യേകിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വ്യോമയാന തുറമുഖ ഹബിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വി.ഡി. സതീശൻ പ്രകടന പത്രികയിൽ പറഞ്ഞത്. അപ്പോൾ അത്തരമുള്ള വലിയ പ്രഖ്യാപനം ഉണ്ടാകുമോ? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് പ്രഖ്യാപനം ഉണ്ടാകും? പെൺകുട്ടികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രഖ്യാപനം ഉണ്ടാകും? യുവജനങ്ങളുടെ കാര്യത്തിൽ എന്ത് പ്രഖ്യാപനം ഉണ്ടാകും? വയോജന വകുപ്പ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള ജനക്ഷേമ പദ്ധതികൾ എങ്ങനെ പ്രഖ്യാപിക്കും എന്നുള്ളതിനെ കൃത്യമായി തന്നെ നാളത്തെ ബഡ്ജറ്റ് ഫോക്കസ് ചെയ്യും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗൗതം പറഞ്ഞതുപോലെ ഭരിച്ചു മുടിച്ച് ഇടത് വലത് മുന്നണികൾ ഭരിച്ചു മുടിച്ച ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് പണമുണ്ടാക്കുന്നത്? ജനങ്ങളെ പിഴിഞ്ഞ് ജനങ്ങളുടെ മേൽ പുതിയ നികുതി ഭാരം ഏർപ്പെടുത്തുമോ, അതോ ഇനി എക്സൈസ് തീരുവ വർദ്ധിപ്പിക്കുമോ, അതോ ലോട്ടറിയുടെ വില വർദ്ധിപ്പിക്കുമോ എന്നുള്ളതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനമായി കേരളം ഉറ്റുനോക്കുന്നത്. ഓക്കെ രഞ്ജിത്ത് അമ്പാടി, ഏതായാലും നാളെ വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ആദ്യത്തെ ബജറ്റാണ്. വലിയ വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ ഏറിയ ഒരു സർക്കാർ ആദ്യ ഒരു മാസം തന്നെ പല കാര്യങ്ങളും തിരുത്തി പറയുകയാണ്. മാത്രമല്ല, നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ വലിയ തോതിൽ കടക്കെണി അനുഭവിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ എവിടുന്ന് തുകയെടുത്ത് വെച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കും എന്ന കാര്യം കൂടി നാളത്തെ ബജറ്റിൽ ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ടുള്ള വി.ഡി. സതീശന് വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ നാളത്തെ ദിവസം കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് നിയമസഭയ്ക്കകത്തേക്കാണ്. രഞ്ജിത്ത് അമ്പാടിയാണ് വിവരങ്ങളുമായി ചേർന്നത്.